റിബൻ ഒരുപക്ഷെ ഈ ഈവനിംഗ് ഡിബേറ്റിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കും, ചെയ്യാവുന്നതേ പറയുകയുള്ളൂ. അതാണ് പിണറായി സർക്കാർ. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട റിംഗ് റോഡ് അടക്കമുള്ള പദ്ധതികൾ, ഒരുപക്ഷെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ, ഒരു വിഴിഞ്ഞം പദ്ധതി പോലുള്ളൊരു വികസന പദ്ധതി കൂടി യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ മെട്രോ റെയിൽ പോലൊരു പദ്ധതി കൂടി ആവശ്യമാണ്. അത് തിരിച്ചറിഞ്ഞു കൂടിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ 2014 ഇതിന് ചർച്ചകൾ ആരംഭിച്ചു. പിന്നീട് അതിന്മേൽ യാതൊരു ചർച്ചകളും നടന്നില്ല. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷമാണ് ഈ തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിക്ക് ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതും അത് കഴിഞ്ഞ ദിവസം അതിന് അനുമതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇനിയുമുണ്ട് കടമ്പകൾ. അതിൽ ഡൽഹി മെട്രോയുടെ DPR വരേണ്ടതുണ്ട്. ഇനി ഏത് മോഡലാണ് തിരുവനന്തപുരം മെട്രോയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് എലിവേറ്റഡ് മെട്രോയാണോ അതോ അണ്ടർഗ്രൗണ്ട് മെട്രോയാണോ എന്ന് അടക്കമുള്ള പരിപാടികൾ എങ്ങനെയായിരിക്കണമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുമുണ്ട്, പഠിക്കേണ്ടതുമുണ്ട്. ഏതായാലും പക്ഷേ തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പിണറായി സർക്കാരാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാവുക തന്നെ ചെയ്യും. നിർബൻ തീർച്ചയായും അത് അത്തരത്തിലുള്ള പ്രതീക്ഷയാണ്. ഇങ്ങനൊരു പ്രഖ്യാപനം വരികയും സർക്കാർ ഇക്കാര്യത്തിൽ അംഗീകാരം നൽകുകയും ചെയ്തതോടുകൂടി സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ വാഗ്ദാനത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് നഗരത്തിലെ ജനങ്ങൾ വളരെ ആശ്വാസത്തോടെയും വളരെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇത് സംബന്ധിച്ച് കൊച്ചി മെട്രോ ആയിരിക്കും, കൊച്ചി റെയിൽ കോർപ്പറേഷൻ ആയിരിക്കും ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുക. ഇതിൻ്റെ DPR നടപ്പിലാക്കുക. നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ അലൈൻമെൻറ്റിന് അംഗീകാരം നൽകി, പ്രാഥമിക അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇനി DPR ആണ്. നേരത്തെ തന്നെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച ഈ DPR തയ്യാറാക്കിയിട്ടുണ്ട്. ആ DPRൽ തന്നെ ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകും. കാരണം നേരത്തെ പള്ളിപ്പുറത്ത് നിന്ന് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് പള്ളിപ്പുറത്ത് നിന്നായിരുന്നു ആദ്യ DPRൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിൽ മാറ്റം വരുന്നുണ്ട്. ഈഞ്ചക്കൽ വരെ, അതായത് പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് ഈഞ്ചക്കൽ വരെ എത്തുന്ന 31 കിലോമീറ്റർ. 31 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നഗരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളെയും ചുറ്റിയാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ഈ പറഞ്ഞ ടെക്നോ പാർക്കിൻ്റെ 3 ഫേസുകളും, ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ചുറ്റി നഗരത്തിൻ്റെ ഒരു റൗണ്ടായി വരുന്ന തരത്തിൽ, വൃത്തം പോലെ വരുന്ന തരത്തിൽ നഗരത്തിലെ എല്ലാ പ്രദേശങ്ങളെയും പരസ്പരം ടൂറിസം പ്രദേശങ്ങളും വിമാനത്താവളവും ഒപ്പം തന്നെ ടെക്നോ പാർക്കും റെയിൽവേ സ്റ്റേഷനും അടക്കം ചുറ്റിയാണ് ഇത് ഈഞ്ചക്കലിലേക്ക് ഈ മെട്രോയുടെ ഒരു സർക്കിൾ അവസാനിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ഇത് തൊട്ടായിരിക്കും മെട്രോ റെയിൽ പോവുക. ഒപ്പം തന്നെ നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങളെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാൽവയ്പ്പാണ്, ഒരു മാറ്റമാണ് ഉണ്ടാവുക. സിജു, തലസ്ഥാന നഗരം എന്ന് പറയുമ്പോൾ നഗരം, തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത, അത് സ്വയം നിർമ്മിതമായ ഒരു നഗരമാണ്. അതായത് അതിൻ്റെ ഘടനയും, നഗരം വളരെ വിശാലമായ പ്രദേശമാണ്. ഈ നമ്മളെ നഗരസഭാ പ്രദേശം ഇപ്പോൾ 101 വാർഡുകളുള്ള തലസ്ഥാന നഗരസഭ എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിച്ച് പാപ്പനംകോടിൻ്റെ ഒരു അറ്റം വരെ എത്തി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ തീരദേശ പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ നഗര അതിർത്തി വിട്ട് വട്ടിയൂർക്കാവ് പ്രദേശത്ത് നിന്ന് നെടുവങ്ങാടിലേക്ക് പോകുന്ന അതിർത്തി വരെ വരുന്ന പ്രദേശങ്ങൾ പരിശോധിച്ചാൽ നഗരം വിശാലമായ നഗരമാണ്. മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിശാലമായ പ്രദേശമുള്ളൊരു നഗരമാണ്.